നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കണ്ണീരും വിലാപങ്ങളും ബാക്കി. ആരെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വിങ്ങിപ്പൊട്ടിയ ഹൃദയങ്ങൾ അവളെ യാത്രയാക്കി. പയ്യാമ്പലത്ത് മാനസ എന്ന സങ്കടത്തെ അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞു. കൗമാരക്കാരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യാൻ സോഷ്യൽ മീഡിയ സദാസമയവും വലയൊരുക്കി കാത്തിരിപ്പിലാണ്. അതിന്റെ മായിക ലോകത്തേക്ക് ഈയാമ്പാറ്റകളെ പോലെ പറന്നെടുക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മൊബൈലിനപ്പുറമുള്ളവരുമായി സൗഹൃദത്തിലേർപ്പെടുന്നു. തുടർന്ന് ബന്ധങ്ങൾ സജീവമാക്കി മുന്നോട്ടു പോകുന്നു. കാണുന്നതിന് മുമ്പ് തന്നെ പ്രണയം ആരംഭിക്കുന്നു. പിന്നെ അതിരുവിട്ട സ്നേഹപ്രകടനങ്ങൾ. മുന്നറിയിപ്പ് നൽകുന്ന പല സംഭവങ്ങളും ചുറ്റുവട്ടത്ത് നടക്കുമ്പോഴും അതൊന്നും യുവത്വം ചെവിക്കൊള്ളുന്നില്ല. ചതിവലകൾ വിരിച്ച് കാത്തിരിക്കുന്നതാകട്ടെ മരണത്തിന്റെ കാലൊച്ചകളും. മാനസ കണ്ണൂർ നാറാത്ത് ഹോംഗാർഡ് നാരായണേട്ടന്റെ മകൾ. ഡോക്ടറായി കൂട്ടുകാരെ പോലെ ത്രില്ലായി പുറത്തേക്ക് ഇറങ്ങാൻ കൊതിച്ചവൾ. അതിനിടയിൽ എപ്പോഴോ കണ്ണൂർ സ്വദേശിയായ രാഗിലിനെ പരിചയപ്പെടുന്നു. പിന്നീട് സൗഹൃദത്തിലായി. സൗഹൃദം പതിയെ പ്രണയത്തിലേക്കുമായി. പഠനത്തിരക്കിലേക്ക് മാറിയ മാനസയോട് വിവാഹത്തിന് സമ്മതമാണോ എന്ന് രാഗിൽ പലകുറി ചോദിച്ചു. പിന്നീട് ഇവർ കൂടുതൽ അടുത്തു. ഒടുവിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് ഇരുവർക്കും തോന്നിയ നിമിഷം രാഗിൽ മാനസയുടെ ഹോസ്റ്റൽ മുറിയിലെത്തി. മാനസയുടെ നെഞ്ചിലും നെറ്റിയുടെ ഒരു ഭാഗത്തും നിറയൊഴിച്ചു. വെടിയൊച്ച കേട്ട് മുറി തള്ളി തുറന്നു വന്നപ്പോൾ കണ്ടത് രാഗിൽ മരിച്ചു കിടക്കുന്നതും മാനസ നേരിയ ശ്വാസത്തിൽ മുരളുന്നതുമാണ്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. നെല്ലിമുക്കിനെ തന്നെ നടുക്കിയ ദാരുണ കൊലപാതകമായിരുന്നു ഇത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ രാഗിൽ തോക്കുമായി എത്തി മാനസയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന്. പ്രണയാഭ്യർത്ഥന നിരസിച്ചാൽ, ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരു പെൺകുട്ടി തീരുമാനിച്ചാൽ അവൾ തേപ്പുകാരിയാകുന്നതും അല്പം കൂടി കടന്ന് അവളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്ന് തീരുമാനിക്കുന്നതും എന്തുകൊണ്ടാണ്? ഒരു പുരുഷൻ തന്നെ സ്നേഹിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇഷ്ടമില്ലായ്മകളും വിയോജിപ്പും ഉണ്ടെങ്കിലും ആ ബന്ധത്തിൽ സ്ത്രീ തുടരേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെക്കലും പിന്മാറ്റവും ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ തെറ്റാകുന്നത്? ചോദ്യങ്ങൾ നിരവധിയാണ്. ഉത്തരത്തിന്റെ ഭാഗം ശൂന്യവും.